സാധാരണ ജോലികൾ സന്തോഷത്തോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്യുന്നതിലൂടെയാണ് വിശുദ്ധനാവുക എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. 1857 മാർച്ച് 9 അദ്ദേഹം എത്ര മനോഹരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത് എന്ന് അന്ത്യവയസ്സിലൂടെ ഈ ലോകവാസം സമയത്ത് അമ്മ പ്രസവ വേദന മൂലം വളരെയധികം ക്ലേശിച്ചിരുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ അമ്മ പ്രസവത്താൽ തന്നെ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ ഇതെല്ലാം തന്നെ തന്റെ പ്രാർത്ഥനയിലൂടെ കണ്ട് അദ്ദേഹം വളരെയധികം ദൂരത്തു നിന്ന് വരികയും പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം, അതായത് ഗ്രീൻസ് ക്യാപ്പില് വിശുദ്ധ ഡൊമിനിക് സാവിയോ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതിലൂടെ അമ്മ മരണത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അനേകം അത്ഭുതങ്ങൾ വിശുദ്ധ ഡൊമിനിക് സാവിയോ മൂലം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ഡൊമിനിക് സാവിയോട് നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. അൾത്താർ പാർട്ടിമാരുടെയും കോയറംഗങ്ങളുടെയും ഒക്കെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. അതുപോലെ തന്നെ ഡൊമിനിക് സാവിയോയുടെ ചില സവിശേഷതകൾ നമുക്ക് പങ്കെടുക്കണ്ടേ. ഡൊമിനിക് സാവിയോ ഹലോ കൂട്ടുകാരൻ, ഞാൻ ഡൊമിനിക് സാവിയോ, ഈശോയുടെ സ്വന്തം ഡൊമിനിക് സാവിയോ. ഞാനാണ് കുട്ടികളുടെ മധ്യസ്ഥൻ. പിന്നെ അൾത്താർ പാർട്ടിമാരെ നിങ്ങളുടെ മധ്യസ്ഥൻ. Savio, nel nome del Padre, del Figlio e dello Spirito Santo, Dio ti benedica. ഇനി കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ലോകം അവസാനിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് അമ്മയെ കാണണം. ഞാൻ മരണത്തിനായി ഒരുങ്ങിയിട്ടില്ല. എനിക്ക് ഒരുങ്ങണം. എനിക്ക് കുമ്പസാരിക്കണം. എനിക്ക് കൂട്ടുകാരെ കാണണം. ഡൊമിനിക് സാവിയോ, ഇവിടെ വരും. എന്താ മകനെ, നീ ഒന്ന് പറയാതിരുന്നത്? എനിക്ക് ഈശോയെ കാണാൻ അതിയായ ആഗ്രഹമാണ്. നീ വലിയവനാകും, നീ വലിയ വിശുദ്ധനായി തീരും. എല്ലാവരും അറിയുന്ന ഒരു വിശുദ്ധ. ഇതിലൂടെ തന്നെ നമുക്ക് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ഒരു നല്ലൊരു സ്വഭാവ സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഡൊമിനിക് സാവിയോ എപ്പോഴും തന്നെ മരണത്തിനായി ഒരുങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥനയോട് മുന്നേറുകയും വിശുദ്ധ കുർബാന അനുഗ്രഹം അർപ്പിക്കുകയും ചെയ്തു. ഡൊമിനിക് സാവിയെ പറ്റി പറയുന്ന ഒരു കഥ ഇപ്രകാരമാണ്. ആൾക്കാരെയും ദേവാലയം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഡൊമിനിക് സാവിയോ കവാടത്തിന് മുമ്പിൽ മുട്ടുവെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അത് കണ്ട പലരും അദ്ദേഹത്തോട് ചോദിച്ചു, രാവിലെ വരാൻ നിനക്ക് ഭയമില്ലേന്ന്? അപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഞാനെടുത്ത 5 പ്രതിജ്ഞകളുണ്ട്. അവയിൽ 4ാമതെന്ന് വെച്ചാൽ ഈശോയും മാതാവുമായിരിക്കും എന്റെ കൂട്ടുകാരെന്നതാണ്. ആ പ്രതിജ്ഞ ഞാൻ നിറവേറ്റും എന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോ പറഞ്ഞു. അതായത് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ കൂടെ എപ്പോഴും ഈശോയും മാതാവും ഉള്ളതുകൊണ്ട് ഭയമില്ലാതെ ഡൊമിനിക് സാവിയോ ഏത് ഇരുട്ടിലും എവിടെയും ചെന്നിരുന്നു. ഒരാൾ മരണാസന്നനായി കിടന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും അത് അറിയാതിരുന്നു. അതായത് അദ്ദേഹത്തിന് അന്ത്യകുദാശ എന്ന കുദാശ ലഭിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്കൂളിൽ ഇരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഡൊമിനിക് സാവിയോ അങ്ങനെ നടന്ന സംഭവം